അപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ ചുറ്റുമുള്ള ആൺകുട്ടികള് പെൺകുട്ടികള് ഒരു വേല വ്യത്യാസം ഇല്ലാതെ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ചെറിയ വെളിച്ച മുറ്റത്ത് അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കും. ഞാൻ എന്നിട്ട് സ്വപ്നമൊക്കെ കണ്ട് രാത്രി ഗോളടിച്ച് കാലം കൊടുത്തിട്ടുണ്ടല്ലേ, ജനലെ കൊണ്ടുപോയി കാലടിച്ച് അങ്ങനെയൊക്കെ ആ ഓർമ്മകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ എന്താ പറയാ, ഈ ഡോക്ടർ ചെയ്ത സേവനവും ഈ യൂണിറ്റ് ചെയ്ത സേവനവും എല്ലാം കേട്ടപ്പോ എന്റെ മനസ്സിലൂടെ പോയൊരു കാര്യം, ഞാൻ അതിന്റെ പരിസ്ഥിതിയോട് പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു കാര്യം, സ്വർഗത്തിലേക്ക് പുണ്യങ്ങളുടെ ഗോളടിച്ച് സ്വർണ്ണക്കപ്പ് നേടുന്നവരാണ് ഈ യൂണിറ്റ്. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും ഞാനിപ്പോ കടവന്തരവങ്ങനാണ്. ഒരു ദൈവവിളിക്ക് വേണ്ടി 3-4 വർഷം ഞങ്ങൾ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അധികം പേരൊന്നും അച്ഛനാവൻ സിസ്റ്ററൊന്നും പോയില്ല. ഒരു യൂണിറ്റിൽ നിന്ന് 3 പേരൊക്കെ പോകണം. തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ മകനടക്കം വളരെയേറെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താണ് ഇവിടെ ആശംസ പറയാതെ പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചവന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു 25 വർഷം കുഷ്ഠരോഗികളുടെ കൂടെയായിരുന്നു. അവരുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതം തന്നെ മാറി പറഞ്ഞത്. കാരണം ഞങ്ങളന്ന് ഈ കൊച്ചിയിലുള്ള കുഷ്ഠരോഗാശുപത്രി കയറി ചെല്ലുമ്പോൾ 1000 രോഗികളുണ്ട് അവിടെ പല വാർഡുകളിലായിട്ട്. ഇന്നിപ്പോൾ 100 പേരോടൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല വാർഡുകളായിട്ടാണ്. ഒരു വാർഡിൽ 60 പേര്, 100 പേര്, അങ്ങനെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡ് തിരിച്ചാണ്. ആദ്യമായിട്ട് സിസ്റ്ററിനെ കൊണ്ടുപോകുമ്പോൾ സിസ്റ്റർ അവിടെ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഉൾപ്പെട്ടതിന് ശേഷം ഒരു 8-9 ദിവസത്തിന് ഉള്ളിൽ അങ്ങനെ പോവുക സിസ്റ്ററിൻ്റെ കൂടെ. ചെന്നപ്പോൾ ആണുങ്ങളുടെ 10ാം വാർഡ് ഇന്ന് ഞാൻ ഓർക്കുന്നു. ആ വാർഡിൽ ജോസേട്ടൻ കുഷ്ഠം വന്ന് കയ്യും കാലൊക്കെ അറ്റുപോയി കിടക്കുകയാണ്. അതിൻ്റെ ഒപ്പം ആ ചേട്ടൻ ക്യാൻസർ വന്നു, തൊണ്ടയിൽ മുഴ വന്ന് പഴുത്ത് ഇങ്ങനെ വ്രണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ രോഗിലേഖനം കൊടുക്കണം, കുമ്പസാരത്തിന് ഒരുക്കണം, വികാരിച്ചിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. കൊന്ത കൃഷിക്കായിട്ട് സിസ്റ്റർ ചെന്നിരിക്കുന്നു. ഈ ജോസ്ഫയുടെ അടുത്തേക്ക് സിസ്റ്റർ നടന്ന് നീങ്ങുമ്പോൾ താഴെ, അതായത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും കുഷ്ഠരോഗികൾ ഇങ്ങനെ 4 ചക്രം പിടിപ്പിച്ചൊരു മരക്കഷ്ണത്തിലാണ് ഇവരെ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ വരാന്തയിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ രോഗികളായിരിക്കും, കൈയും കാലൊന്നും ഇല്ലാത്തവര്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പോകുമ്പോൾ സിസ്റ്റർ ഒരു രോഗിയോട് ചോദിക്കുകയാണ്, കുമാര സുഖാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു ഹൈന്ദവനാണ്. അപ്പോൾ കുമാരേട്ടൻ്റെ മറുപടി, ഞാൻ സംതൃപ്തനാണ് അമ്മേന്ന. ഞങ്ങളെയൊക്കെ അവർ വിളിക്കുന്ന അമ്മേന്നാ, കൊച്ചമ്മ, വലിയമ്മ. അപ്പൊ സിസ്റ്ററിനോട് ഈ കുമാരേട്ടൻ പറയാണ്, ഞാൻ സംതൃപ്തനാണ് അമ്മേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കാരണം ഈ കുമാരേട്ടൻ്റെ രൂപം നിങ്ങളോട് പറയുകയാണെങ്കിൽ, കുഷ്ഠം വന്നിട്ട് ഈ 2 കണ്ണ് നഷ്ടപ്പെട്ടു, ഇവിടെ ഒരു ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഈ മൂക്കില്ല, ഇതിലൂടെ നമുക്ക് ഇങ്ങനെ നാവ് കാണാം, പിന്നെ കൈ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ചിട്ടാ പറയാ, ഈ കൈ ഇത്രയില്ല, ഈ കൈ ഇത്ര അറ്റുപോയി. അപ്പൊ ഇങ്ങനെ വെച്ചിട്ടാ പറയാൻ. 2 കാലില്ല, മുട്ടിന് കീഴ്പോട്ട് 2 കാലുമില്ല, അവിടെ ഇങ്ങനെ മടങ്ങി, തൊലി മടങ്ങി ഇങ്ങനെ ഇരിക്കുക. ഇദ്ദേഹമാണ് പറയുന്നത്, ഞാൻ സംതൃപ്തനാണ് അമ്മേന്ന്. സുഖമാണോ എന്ന ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുക സംതൃപ്തനാണ്. എനിക്കന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ ഒരൊറ്റ ചിന്തയാണ് മനസ്സിൽ, കൈയും കാലും കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്ത ഈ മനുഷ്യന് സംതൃപ്തി നൽകുന്ന എന്താണ്. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ജോസ്ഫിന്റെ അടുത്തേക്ക് സിസ്റ്റർ നടന്നു നീങ്ങുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഉടുപ്പൊക്കെ ഒതുക്കി എന്നുവെച്ചാൽ, കാരണം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സീനൊക്കെ പറഞ്ഞാൽ രോഗികളെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നമ്മൾ ഇച്ചിരി മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ചോറ് പോലെ ഇങ്ങനെ പുഴുക്കൾ തെറിക്കും. അപ്പോൾ ഒരു പച്ച തുണിയിട്ട് മൂടും. അപ്പോൾ പുഴുക്കൾ ഇങ്ങനെ വരാതെ കൂടെ എഴിയും. അപ്പോൾ ഒരു കൈയുള്ളവനെ ഒരു കാലുള്ളവനൊക്കെ നിരങ്ങി വന്നിട്ട് ഈ പുഴുവിനെ അടിച്ച് മുറ്റത്തേക്ക് ഇടും. നിറയെ വന്ന് ഈ കോഴികൾ കൊത്തി തിന്നും. അതൊക്കെയാണ് ആ വാർഡിലെ സീൻ. അപ്പോൾ ഈ ചേട്ടനും ഇങ്ങനെ വീണ്ടും ജോസ്ഫിന്റെ അടുത്തേക്ക് സിസ്റ്റർ പോകുന്നു. ഞാനിങ്ങനെ ഉടുപ്പൊക്കെ ഒതുക്കി ഇങ്ങനെ കാലിൽ ഇങ്ങനെ താഴേക്ക് ഇരുന്നിട്ട് കുമാരേട്ടനോട് ഞാൻ ചോദിക്കുകയാണ്, കുമാരേട്ടൻ ഇന്നലെ വലിയ അമ്മ ചോദിച്ചപ്പോൾ കുമാരേട്ടൻ പറഞ്ഞല്ലോ കുമാരേട്ടൻ സംതൃപ്തനാണ്. ഈ കുമാരേട്ടന് സംതൃപ്തി തരുന്നത് എന്താ? കുമാരേട്ടൻ്റെ മറുപടി വേറൊരു ചോദ്യമായിരുന്നു, എൻ്റെ കൊച്ചമ്മേ, ദൈവം കൂടെയുള്ളവന് സംതൃപ്തി അല്ലാതെ പിന്നെ എന്താ? എന്നോട് ചോദിച്ചത് എൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. ശരിക്കും അവരുടെ കൂടെ 25 വർഷത്തോളം ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യവും അതായിരുന്നു. കാരണം എല്ലാ ദിവസവും അവിടെ പോയിട്ട് വരുമ്പോൾ വളരെ തളർന്ന അവസ്ഥയാകും. ഇവരുടെ മണവും ഗന്ധവും എല്ലാം കൂടെ ഈ ഫീൽഡ് തുടരണോ, എന്ത് വേണം, അങ്ങനൊരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് കുമാരേട്ടൻ്റെ ഈ ചോദ്യം. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വരാം, ഇയാളൊരു ഹൈന്ദവനാണ്, ഈശോയെ സ്വീകരിക്കുന്നവരല്ല, ഉള്ളിൽ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഉള്ളിൽ എല്ലാ ദിവസവും നമ്മൾ അനുദിനം ഈശോയെ സ്വീകരിക്കുന്നവരാണ്.
പക്ഷെ എന്നിട്ട് പോലും ദൈവത്തെ കൊണ്ടൊരു സംതൃപ്തി എന്താണെന്ന് നമുക്കറിയൂ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദൈവം കൂടെയുള്ളവന് സംതൃപ്തി അല്ലാതെ പിന്നെ എന്താ? യൂത്തിനോടൊക്കെ സംസാരിക്കുമ്പോൾ ജീസസ് യൂത്തിൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, എൻ്റെ മക്കളെ, മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സംതൃപ്തി തരുമോ? ഇൻ്റർനെറ്റ് സംതൃപ്തി തരുമോ? കുറെ കൂട്ടുകെട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംതൃപ്തി തരുമോ? ഇല്ല. ഒന്നിനും നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി തരാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിന് സംതൃപ്തി തരാൻ പറ്റുന്ന ഏക കാര്യം ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസം മാത്രം. കൈയും കാലും കണ്ണും മൂക്കും ഒന്നുമില്ലാതിരുന്ന കുമാരേട്ടൻ, ഹൈന്ദവനായ കുമാരേട്ടൻ്റെ ഈ ജീവിതാനുഭവം നമ്മുടെ യൂണിറ്റിനും എല്ലാവർക്കും ഒരു അനുഭവമാകട്ടെ. ദൈവം കൂടെയുള്ള സംതൃപ്തി ആശംസിക്കുന്നു. യൂണിറ്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒന്നുകൂടെ അഭിനന്ദനവും ആശംസകളും നേരുക. പ്രത്യേകിച്ച് ഡോക്ടറിന്, നിങ്ങൾ ഇവിടെയൊക്കെ സന്ദർശിച്ച കാര്യമൊക്കെ റിപ്പോർട്ട് വായിച്ചു. എല്ലാവർക്കും എല്ലാത്തിനും ഒരുപാട് നന്ദി. വളരെ